നമസ്കാരം, ന്യൂസ് ചാനൽസിലേക്ക് സ്വാഗതം. ഞാൻ ജെസി. പ്രധാന വാർത്തകൾ. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർക്കും പ്രിൻസിപ്പൽമാർക്കും സ്നേഹാദരവും യാത്രയപ്പും നൽകി. കടൽ ഖനന പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും കേന്ദ്ര സർക്കാരിന്റെ കടൽ ഖനന പദ്ധതിക്കെതിരെ കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കണമെന്നും AITUC സംസ്ഥാന പ്രസിഡന്റും CPI ജില്ലാ സെക്രട്ടറിയുമായ TJ ആഞ്ചലോസ് ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ തുമ്പോളി കാരളശ്ശേരിയിൽ ശ്രീ ലളിതാംബിക ദേവി ക്ഷേത്രത്തിലെ കുംഭജ്യോതി മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള മോഡൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടത്തി. പ്രദേശത്തെ നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിന് സാക്ഷികളായി. കയർ മേഖലയെ സംരക്ഷിക്കുവാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടുക, കയർ പിടിതൊഴിലാളികളുടെ കൂലി 700 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ AITUCയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ സവാക്കിന്റെ ആഭിമുഖ്യത്തിൽ BSNL ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വാർത്തകൾ വിശദമായി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർക്കും പ്രിൻസിപ്പൽമാർക്കും സ്നേഹാദരവും യാത്രയപ്പും നൽകി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർക്കും പ്രിൻസിപ്പൽമാർക്കും സ്നേഹാദരവും യാത്രയപ്പും നൽകി. ആലപ്പുഴ കണ്ടൻ വർക്കി പാലത്തിന് സമീപം കയർക്രാഫ്റ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയായി രൂപാന്തരപ്പെട്ട് കാര്യങ്ങൾ തുടങ്ങിയതിനു ശേഷം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നേടാൻ കഴിഞ്ഞിട്ടുള്ള വലിയ മുന്നേറ്റമുണ്ട്. രണ്ടു തരത്തിലുള്ള ചർച്ചകളുണ്ട്. പ്രീ ഡിഗ്രി മതിയായിരുന്നു, കോളേജിൽ പ്രീ ഡിഗ്രി എന്നുള്ള നിലയിലേക്ക് മതിയായിരുന്നു എന്ന അഭിപ്രായം പറയുന്ന ആൾക്കാരും ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഒരു ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം, സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ രീതി സ്കൂളിൽ തന്നെ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞതോടുകൂടി കുറെ കൂടി ശിക്ഷണത്തോടു കൂടിയും കുറെ കൂടെ നിലവാരം മെച്ചപ്പെടുത്തിയെടുക്കാനും അതോടൊപ്പം തന്നെ നല്ല വിജയങ്ങൾ കരസ്ഥമാക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രിൻസിപ്പൽ ഫോറം ജില്ലാ കോർഡിനേറ്റർ J. സജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നായർ സമാജം HSS പ്രിൻസിപ്പൽ S. മനോജ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. അഷ്റഫ് കുഞ്ഞാശാൻ, BR ബിന്ദു, U. ജയൻ, G. മുകുന്ദൻ നായർ, KR ജ്യോതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് നീണ്ട 37 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹയർ സെക്കൻഡറി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടറെ PP ചിത്തരഞ്ജൻ MLA മെമന്റോ നൽകി ആദരിച്ചു. കടൽ ഖനന പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും കേന്ദ്ര സർക്കാരിന്റെ കടൽ ഖനന പദ്ധതിക്കെതിരെ കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കണമെന്നും AITUC സംസ്ഥാന പ്രസിഡന്റും CPI ജില്ലാ സെക്രട്ടറിയുമായ TJ ആഞ്ചലോസ് ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കടൽ ഖനന പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും കേന്ദ്ര സർക്കാരിന്റെ കടൽ ഖനന പദ്ധതിക്കെതിരെ കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കണമെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റും CPI ജില്ലാ സെക്രട്ടറിയുമായ TJ ആഞ്ചലോസ് ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ സംസ്ഥാന സമ്മേളനം വൈപ്പിനിൽ ചേരുകയുണ്ടായി. ആ സമ്മേളനത്തിൽ വെച്ചാണ് ഞങ്ങൾ സംഘടിപ്പിച്ച സെമിനാർ. അതിൽ പങ്കെടുത്തുകൊണ്ടാണ് യോജിച്ച ഒരു ക്യാമ്പയിൻ വേണം എന്നാലോചിച്ചത്. കേരളത്തിലെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി 2 തലങ്ങളിൽ 2 നേതൃത്വമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതൊന്നിച്ച് വരികയുണ്ടായി. അതിൻ്റെ ആഹ്വാനപ്രകാരമാണ് മത്സ്യത്തൊഴിലാളി സംഘടനകളും തീരദേശത്ത് പ്രബലമായിട്ടുള്ള സാമുദായിക സംഘടനകളും എല്ലാം കൂടെ ചേർന്ന് തീരദേശ ഹർത്താലിന് കോൾ ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ LDFന്റെ കൺവീനർ UDFുമായി യോജിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് തയ്യാറാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അത്തരമൊരു പ്രക്ഷോഭത്തിൻ്റെ മുന്നോടിയായി കേരള നിയമസഭ കടൽ മണൽ ഖനനത്തിനെതിരെ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസാക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ്. കടൽ ഖനന പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളി സംഘടനകൾ സംയുക്തമായി ഈ മാസം 27-ന് തീരദേശ ഹർത്താൽ സംഘടിപ്പിക്കുമെന്നും തുടർന്ന് മാർച്ച് 12-ന് പാർലമെന്റ് മാർച്ച് നടത്തുവാൻ തീരുമാനിച്ചതായും ആഞ്ചലോസ് പറഞ്ഞു.
കടൽ ഖനനത്തിലൂടെ കടൽ സമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നതെന്നും കടൽ ഖനനത്തിലൂടെ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും ആഞ്ചലോസ് പറഞ്ഞു. ഈ മാസം 21 വൈക്കത്ത് മനുഷ്യ ശൃംഖല സംഘടിപ്പിക്കും. 22 തിരുവനന്തപുരം തുമ്പ ബീച്ചിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തും. 23 കരുനാഗപ്പള്ളി അഴീക്കൽ ബീച്ച്, മലപ്പുറത്തെ പൊന്നാനി, എറണാകുളത്തെ ചെല്ലാനം എന്നിവിടങ്ങളിൽ കടൽ സമരം നടത്തും. 24 തോട്ടപ്പള്ളിയിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തും. അന്നേ ദിവസം തന്നെ ചെട്ടിക്കാട്, അർത്തുങ്കൽ എന്നിവിടങ്ങളിലും കണ്ണൂർ ജില്ലയിലെ പാറക്കോടിലും പ്രതിഷേധ കൂട്ടായ്മ നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി രഘുവരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി VC മധു എന്നിവരും ആഞ്ചലോസിനോടൊപ്പം ഉണ്ടായിരുന്നു. ആലപ്പുഴ തുമ്പോളി കാർലശ്ശേരിയിൽ ശ്രീ ലളിതാംബികാദേവി ക്ഷേത്രത്തിലെ കുംഭജ്യോതി മഹോത്സവത്തിന് സമാപനം കുറിച്ചുള്ള പൂമൂടൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടത്തി. പ്രദേശത്തെ നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിന് സാക്ഷിയായി. ആലപ്പുഴ തുമ്പോളി കാരളശ്ശേരിയിൽ ശ്രീ ലളിതാംബികാദേവി ക്ഷേത്രത്തിലെ കുംഭജ്യോതി മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ 35ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ സമാപനം കുറിച്ചുള്ള പൂമൂടൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടത്തി. പ്രദേശത്തെ നൂറുകണക്കിന് വിശ്വാസികൾ സമാപന ദിവസത്തെ പൂമൂടൽ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. അലങ്കാർ ശാന്തി, ഷാജി ശാന്തി, വിഷ്ണു ശാന്തി എന്നിവർ പൂമൂടൽ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈ മാസം 12 ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ജയതുളസീധരൻ തന്ത്രി ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ച് സമാരംഭം കുറിച്ച മഹോത്സവത്തിന്റെ ഭാഗമായി 2ാം ദിവസവും 3ാം ദിവസവും പൂമൂടൽ ചടങ്ങും 4ാം ദിവസം താലപ്പൊലി വരവും 5ാം ദിവസം രുക്മിണി സ്വയംവരം, സർവൈശ്വര്യ പൂജ, 6ാം ദിവസം വനിതകളുടെ വകയായുള്ള നാട്ടുതാലപ്പൊലി വരവ് എന്നീ ചടങ്ങുകളും നടത്തിയതായി ക്ഷേത്രം യോഗം പ്രസിഡന്റ് KM ബൈജു പറഞ്ഞു. സമാപന ദിവസത്തെ പൂമൂടൽ ചടങ്ങിനെ തുടർന്ന് ആലപ്പുഴ മെലഡീസ് ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിൽ നവീന ഗാനമേളയും വേദിയിൽ അരങ്ങേറി. നേരത്തെ ഭാഗവത പാരായണം, കലശാഭിഷേകം, പ്രസാദമൂട്ട്, അവഭൃത സ്നാനം, ഭാഗവത ശ്രവണഫലം, ദീപാരാധന, ദീപക്കാഴ്ച എന്നിവയും നടത്തിയിരുന്നു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. കയർ മേഖലയെ സംരക്ഷിക്കുവാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടുക, കയർ പിരി തൊഴിലാളികളുടെ കൂലി 700 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ AITUCയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കയർ മേഖലയെ സംരക്ഷിക്കുവാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടുക, കയർപിരി തൊഴിലാളികളുടെ കൂലി 700 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ AITUCയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. കയർഫെഡ് ഹെഡ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി PV സത്യനേശൻ ഉദ്ഘാടനം ചെയ്തു. 5 ദിവസക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ പുറകുവശമുള്ള സെക്രട്ടേറിയറ്റിന് മുന്നിൽ 5 ദിന സത്യാഗ്രഹം നടത്തി. 5 ദിവസക്കാലം പരിഹാരമുണ്ടായില്ല. അപ്പം സമരത്തെയെല്ലാം ഏത് വിധത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ തെളിവാണ്. വീണ്ടും ഞങ്ങൾ അതിനെക്കുറിച്ചൊന്നുകൂടി പരിശോധിച്ചു. കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ ഇവിടെ കൊടുങ്ങല്ലൂർ കൂടി ഈ മേഖലയിലെ വിവിധ മേഖലകളാണ്, കയർപിരി മേഖല, ഉൽപാദന മേഖല, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കയറ്റുമതി സ്ഥാപനങ്ങൾ, സ്വകാര്യ വ്യക്തികളുടെ ചെറുകിട സ്ഥാപനങ്ങളടക്കം വിവിധ മേഖലകളാണ് ഈ തൊഴിലാളികൾ. ആ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ എന്ത് എന്നതിനെ സംബന്ധിച്ച് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് R ജയസിംഹൻ ധർണയിൽ അധ്യക്ഷനായി. P ജ്യോതിസ്, R സുരേഷ്, PK സദാശിവൻ പിള്ള, DP മധു, C വാമദേവ്, C പുരുഷൻ, KL ബെന്നി, KS വാസവൻ, TC സോമനി, B നസീർ എന്നിവർ സംബന്ധിച്ചു. കയർ ഫാക്ടറികളിലെ മുഴുവൻ തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്തുക, CARC തീരുമാനപ്രകാരമുള്ള കൂലിയും മറ്റ് അവകാശ ആനുകൂല്യങ്ങളും എല്ലാ കയർ ഫാക്ടറികളിലും നടപ്പാക്കുക, കയർഫെഡും കയർ കോർപ്പറേഷനും സംഘങ്ങൾക്ക് നൽകുവാനുള്ള കുടിശ്ശിക ഉടനെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും മാർച്ചിലും ധർണയിലും ഉന്നയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സ്റ്റേറ്റ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ സവാക്കിന്റെ ആഭിമുഖ്യത്തിൽ BSNL ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ സവാക്കിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. കേന്ദ്ര സാംസ്കാരിക പെൻഷൻ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക,
രാത്രി 10-ന് ശേഷം ഉച്ചഭാഷിണി പ്രവർത്തിപ്പിക്കരുതെന്ന സുപ്രീം കോടതി വിധി പുനഃപരിശോധിക്കുവാൻ കലാകാരന്മാർക്ക് വേണ്ടി അധികാരികൾ ഇടപെടുക, സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രം കേരളത്തിൽ സോണൽ ഓഫീസ് ആരംഭിക്കുക, 2016 രൂപീകരിച്ച സാംസ്കാരിക വകുപ്പിന്റെ ഗ്ലോബൽ രജിസ്ട്രേഷൻ പ്രോഗ്രാം നടപ്പിലാക്കുക, കലാകാരന്മാർക്കുള്ള റെയിൽവേ സൗജന്യം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴ പിച്ചോയർ ജംഗ്ഷന് സമീപം BSNL ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ ക്ഷേത്രപ്പറമ്പുകളിൽ, പള്ളി പെരുന്നാളുകളിൽ, അങ്ങനെയെല്ലാമുള്ള കേരളത്തിന്റെ പൊതുവേദികളിൽ സാംബശിവനെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരം ക്ലാസിക്കന്മാർ കടന്നു വന്ന് വേൾഡ് ക്ലാസിക് കഥാപ്രസംഗമായി രൂപപ്പെടുത്തി അവതരിപ്പിച്ചപ്പോഴത്തേക്കാണ് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കയത്തൊഴിലാളിക്കും കർഷക തൊഴിലാളിക്കും പാവപ്പെട്ടവന്റെ എല്ലാ ഹൃദയത്തിലേക്ക് ആ വേൾഡ് ക്ലാസിക്കുകൾ പതിഞ്ഞത്. നമുക്ക് നൊഥലിയോ അറിയാം, ഡെസ്റ്റിമോനെ അറിയാം, ഇയാമോയെ അറിയാം. ആ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും കഥാപാത്രത്തിന്റെ സ്വഭാവത്തെയൊക്കെ നമുക്കറിയാം. എങ്ങനെ അറിയാൻ പറ്റുന്നത്? എങ്ങനെയാ? ഈ പറഞ്ഞ ഇംഗ്ലീഷ് സാഹിത്യം വായിച്ചിട്ടല്ല, ബംഗാളി സാഹിത്യം നമുക്കറിയാം. അതെല്ലാം മലയാളിക്ക് പരിചിതമായത് ഞാനീ പറഞ്ഞ കഥാപ്രസംഗത്തിന്റെ രൂപത്തിലോ നാടകത്തിന്റെ രൂപത്തിലോ നമ്മുടെ നാട്ടും. സഭ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KC രമേഷ് കുമാർ ധർണയിൽ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് ആശ്രമം ചെല്ലപ്പൻ, വർക്കിംഗ് പ്രസിഡന്റ് തോട്ടപ്പള്ളി സുഭാഷ് ബാബു, സംഘടനാ സെക്രട്ടറി അമ്പലപ്പുഴ സലാം, വനിതാ സെക്രട്ടറി ലില്ലി ആൽബിൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ മല്ലിക, കായംകുളം വിമല, സവാക് ഓഫ് ഇന്ത്യ ജില്ലാ കമ്മിറ്റി അംഗം തിരുമേനി നെടുമുടി എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി PB മുരളി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കേരള പാചക കാറ്ററിംഗ് തൊഴിലാളി യൂണിയൻ KPSTO ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 22-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആലപ്പുഴ അഞ്ജലി ഹാളിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്യും. കേരള പാചക കാറ്ററിംഗ് തൊഴിലാളി യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഈ മാസം 22-ന് ആലപ്പുഴ കലർകോട് അഞ്ജലി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പാചക കാറ്ററിംഗ് തൊഴിലാളി യൂണിയനാണ്, അത് സ്റ്റേറ്റ് യൂണിയനാണ്. രണ്ടാമത്തത് കേരള സ്കൂൾ പാചക തൊഴിലാളി യൂണിയനാണ്, അതും സ്റ്റേറ്റ് യൂണിയനായിട്ട് രജിസ്ട്രേഷൻ. അതിൻ്റെ മുന്നോടിയായിട്ട് 1 by 1 ആയിട്ട് ഞങ്ങൾ ഓരോ യൂണിയൻ്റെയും സമ്മേളനം, ജില്ലാ സമ്മേളനങ്ങൾ തുടങ്ങിയാണ്. ഇപ്പോൾ കേരള പാചക കാറ്ററിംഗ് തൊഴിലാളി യൂണിയൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഫെബ്രുവരി മാസം 22-ാം തീയതി കളർകോട് അഞ്ജലി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടകനായിട്ട് വരുന്നതും പ്രേമേന്ദ്രനാണ്. തുടക്കം കുറിക്കുകയാണത്. അതിനുശേഷം കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലാ സമ്മേളനങ്ങൾ തുടർന്നുള്ള മാസങ്ങളിലുണ്ടായിരിക്കും. പാചകരംഗത്തെ തൊഴിലാളികളെയും കാറ്ററിംഗ് മേഖലയിൽ വിവിധ തലങ്ങളിൽ പണിയെടുക്കുന്ന ആയിരക്കണക്കിന് സ്ത്രീ തൊഴിലാളികൾ അടക്കമുള്ളവർ നിരവധിയായ തൊഴിൽ പ്രശ്നങ്ങൾ മൂലം പലവിധ വെല്ലുവിളികൾ നേരിടുകയാണ് ഇപ്പോഴെന്നും വൻകിട മുതലാളിമാരുടെ കടന്നുകയറ്റം മൂലം ചെറുകിട കാറ്ററിംഗ് യൂണിറ്റുകൾ അടഞ്ഞു പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ചൂടും പുകയും ഏൽക്കുന്നത് മൂലം മാരക രോഗങ്ങൾക്ക് അടിമകളായി മാറുന്ന പാചക തൊഴിലാളികൾക്ക് വൈദ്യസഹായവും മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കാറില്ല. ഈ വിഷയങ്ങളെല്ലാം തന്നെ ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. NK പ്രേമചന്ദ്രൻ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. KPCTU ജില്ലാ പ്രസിഡന്റ് KK ജയറാം സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ജില്ലാ പ്രസിഡന്റ് KK ജയറാം, സെക്രട്ടറി PH കബീർ, S നൌഷാദ്, PP മോഹനൻ വാതറ, B അജയ്കുമാർ എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർക്കും പ്രിൻസിപ്പൽമാർക്കും സ്നേഹാദരവും യാത്രയപ്പും നൽകി. കടൽ ഖനന പദ്ധതിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും കേന്ദ്ര സർക്കാരിന്റെ കടൽ ഖനന പദ്ധതിക്കെതിരെ കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കണമെന്നും AITUC സംസ്ഥാന പ്രസിഡന്റും CPI ജില്ലാ സെക്രട്ടറിയുമായ TJ ആംഗലോസ് ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ തുമ്പോളി കാരളശ്ശേരിയിൽ ശ്രീ ലളിതാംബിക ദേവി ക്ഷേത്രത്തിലെ കുംഭജ്യോതി മഹോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഹോം മോഡൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടത്തി. പ്രദേശത്തെ നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങിന് സാക്ഷികളായി. കയർ മേഖലയെ സംരക്ഷിക്കുവാൻ മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടുക, കയർ പിരി തൊഴിലാളികളുടെ കൂലി 700 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവിതാംകൂർ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ AITUCയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ സവാക്കിന്റെ ആഭിമുഖ്യത്തിൽ BSNL ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു.